ഈ വീഡിയോയിൽ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രം ചുരുക്കി വിവരിക്കാം. ഇന്ത്യയിലെ മുംബൈയിൽ 1875 ബ്രോക്കർമാരുടെ ചെറിയ സംഘം ദ നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചു. അത് ഇന്ന് BSE അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 മഹാരാഷ്ട്രയിലെ ബോംബെയിലാണ് സ്ഥാപിതമായത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും അഹമ്മദാബാദ്, കൽക്കട്ട, മദ്രാസ് എന്നിവിടങ്ങളിലും ഇത്തരം എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവയിൽ BSE ആണ് തുടർന്നും നിലനിന്നു പോന്നത്. കാരണം അത് രാജ്യത്തെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായി ഉയർന്നു വന്ന മുംബൈയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇതിന് വിവിധ സൂചികകളുണ്ട്. ഇതിൽ പ്രശസ്തമായ സൂചികകളിൽ ഒന്നാണ് BSE സെൻസെക്സ്. BSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 30 ഓഹരികൾ ഉൾപ്പെടുന്നതാണ് BSE സെൻസെക്സ്. BSE വെബ്സൈറ്റിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം 4085 സെക്യൂരിറ്റികളാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. 1956 ഓഹരി വ്യാപാരം ഔപചാരികമാക്കുന്ന സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് ഇന്ത്യ പാസാക്കി. 1964 UTI എന്ന യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഭാരതത്തിലെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ചു. ആദ്യത്തെ പദ്ധതിയായ US 64 1988 ആയപ്പോഴേക്കും 6400 കോടി രൂപ സമാഹരിച്ചു. ഇത് UTIയെ ഇന്ത്യൻ വിപണിയിലെ അക്കാലത്തെ ഏറ്റവും വലിയ നിക്ഷേപക സ്ഥാപനമാക്കി. 1977 ടെക്സ്റ്റൈൽസ്, പെട്രോ കെമിക്കൽസ് എന്നീ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്ന ധീരുഭായ് അംബാനിയുടെ കീഴിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തത് നിക്ഷേപകരിൽ നിന്നും വലിയ പിന്തുണ നേടി. 1986 ജനുവരി 1 BSE ഓഹരി സൂചികയായ സെൻസെക്സ് നിലവിൽ വന്നു. ഇത് രാജ്യത്തെ ആദ്യത്തെ ഓഹരി സൂചികയായാണ് അറിയപ്പെടുന്നത്. 1988 ട്രാൻസാക്ഷനുകളിലെ സുതാര്യതയില്ലായ്മയും ക്ലിയറിംഗിലെ കാലതാമസവും കാരണം ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് റെഗുലേറ്റർ സ്ഥാപിക്കുന്നത് അത്യന്താപേക്ഷിതമായിരുന്നു. അതിനാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ SEBI സ്ഥാപിക്കപ്പെട്ടു. എന്നിരുന്നാലും 1992 വരെ ഇതിന് നിയമപരമായ അധികാരം ലഭിച്ചിരുന്നില്ല. 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ NSE സ്ഥാപിതമായി. ഏതാണ്ട് ഇതേ സമയത്താണ് ഹർഷത് മേത്തയുടെ കുംഭകോണം എന്നറിയപ്പെടുന്ന ഹർഷത് മേത്തയുടെ നേതൃത്വത്തിലുള്ള ബുൾ മാർക്കറ്റിന് തുടക്കമാവുന്നത്. ഇതിൽ നിന്നുമാണ് ഓഹരി വിപണിയിലുള്ള താല്പര്യം നിക്ഷേപകർക്കിടയിൽ കുത്തനെ ഉയർന്നത്. ഇതിനിടയിൽ ആധുനികവും പൂർണ്ണമായും ഓട്ടോമേറ്റഡ് സ്ക്രീൻ അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം നൽകുന്ന ആദ്യത്തെ ഇന്ത്യൻ എക്സ്ചേഞ്ചായി NSE മാറി. അതേ വർഷം തന്നെ ഏപ്രിൽ 22 NSE നിഫ്റ്റി 50 സൂചിക സ്ഥാപിതമായത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ 50 ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50. 1995 നവംബർ 3 1000 എന്ന അടിസ്ഥാന മൂല്യത്തിൽ തുടക്കം കുറിച്ച നിഫ്റ്റി 50 ഇന്ന് 21,000 കഴിഞ്ഞ് മുന്നേറുന്നു എന്നതാണ് ഓഹരി നിക്ഷേപത്തിന്റെ മനോഹാരിത. ഇത് ഒരു നീണ്ട യാത്രയാണ്. ഇന്ന് വിപണി മൂലധനം അനുസരിച്ച് ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ലോകത്തിലെ 5 ഓഹരി വിപണികളിൽ ഒന്നാണ് ഇന്ത്യ. അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രധാന ഓഹരി സൂചികയായ നിഫ്റ്റിയുടെ 1995 മുതൽ ഇന്ന് വരെയുള്ള പ്രകടനം വളരെ വിശദമായി പരിശോധിക്കാം. ഓഹരി വിപണിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ ഓഹരി സൂചികയുടെ തുടക്കം മുതലുള്ള പ്രകടനം വിശകലനം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെക്കുറിച്ച് ചിലർക്കെങ്കിലും മനസ്സിലാകും. പല മികച്ച ഓഹരികളുടെയും ഇന്നത്തെ പ്രകടനം കാണുമ്പോൾ അവ വളരെ ചെറിയ ലാഭമെടുത്ത് വിറ്റുമാറി അബദ്ധം പറ്റിയ പലരും ഉണ്ടാകും നമുക്കിടയിൽ. ഓഹരിയിൽ നിക്ഷേപിക്കുന്നവർക്ക് വേണ്ടത് ക്ഷമയാണ് എന്ന് എപ്പോഴും ഓർക്കുക. തുടർന്നുള്ള വീഡിയോകൾ മറക്കാതെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.